ഹലോ ഗായ്സ്, നമ്മൾ നേരത്തെ സീരീസ് റെസണൻസിനെ കുറിച്ച് കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ പാരലൽ റെസണൻസിനെ കുറിച്ചാണ് കാണുന്നത്. ഓക്കെ, സോ റെസണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഓഫ് എ സർക്യൂട്ട്. ഓക്കെ, ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് വിൽ ബി ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, സോ കറണ്ട് വിൽ ബി ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് വിൽ ബി 0. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫേസ് ആംഗിൾ 0 ആയ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഓർ ദ സർക്യൂട്ട് വിൽ ബിഹേവ് ആസ് purely resistive. And the power factor will be 1. Power factor എന്ന് പറയുന്നത് cos phi is equal to 1 ആയിരിക്കും. സോ ഇതാണ് ഒരു റെസണൻസ് സർക്യൂട്ടിനെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ റെസണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സർക്യൂട്ടിനെയാണ് ഒരു റെസണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ പ്രോപ്പർട്ടി ഒരു സർക്യൂട്ട് കാണിക്കുന്ന എപ്പോഴാണ്? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും. ആ ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്നതാണ് റെസണൻറ്റ് ഫ്രീക്വൻസി. സോ കൺസിഡർ എ പാരലൽ സർക്യൂട്ട്. നമുക്കൊരു പാരലൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, with a normal coil. Coil എന്ന് പറയുമ്പോൾ it will be having a resistance and inductance. Okay, and a purely capacitor in parallel with that. Okay, V is equal to Vm sin omega t. Okay, so ഇതിൽ നമ്മൾ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് 2 ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യും. ദാറ്റ് ഇസ് ഇറ്റ് വിൽ ബി ഹാവിങ് ഇമ്പിഡൻസസ് ഇൻ ദീസ് 2 ബ്രാഞ്ചസ്. ഓക്കെ, സോ നമുക്ക് എഴുതാം Z1 ഇസ് ഈക്വൽ ടു, ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R പ്ലസ് JXL ആയിരിക്കും. ആൻഡ് Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് JXC ആയിരിക്കും. വാട്ട് ഈസ് XL ആൻഡ് XC? XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2πfL അല്ലെങ്കിൽ ഒമേഗ L. ആൻഡ് XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. And that is 1 by 2pi fc അല്ലെങ്കിൽ 1 by omega c. ഓക്കെ, സോ Z1 ഉണ്ട്, Z2 ഉണ്ട്. സോ പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ എന്താണ്? സീരീസ് സർക്യൂട്ടിൽ ഇമ്പിഡൻസസ് ആഡപ്പ് ചെയ്യുമെങ്കിൽ പാരലൽ സർക്യൂട്ടിൽ അഡ്മിറ്റൻസ് ആണ് ആഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ Z1ൻ്റെ Y1 അഡ്മിറ്റൻസ് കണ്ടുപിടിക്കുക. 1 by Z1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by R പ്ലസ് JXL. ഓക്കെ, ഇതെങ്ങനെ മാറ്റാം? മേളിലും താഴെ ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് R മൈനസ് JXL ബൈ R പ്ലസ് JXL ഇൻറ്റു R മൈനസ് JXL. Okay, that is equal to R minus JXL by R square. A square minus B square ആണ്. J square എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ R square plus XL square. ഓക്കെ, സോ Y1 എന്ന് പറയുന്നത് ഇതാണ്.
ഇനി y2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/z2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - jxc. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ജെ മേളിലേക്ക് പോവുകയാണെങ്കിൽ മൈനസ് ആകും, മൈനസ് ജെ ആവും. ദാറ്റ് ഈസ് മൈനസും മൈനസും ക്യാൻസൽ ആവും. സോ j/xc എന്ന് കിട്ടും. ഓക്കെ, സോ y1ഉം y2ഉം കിട്ടി. ഓക്കെ, സോ ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? y total is equal to y1 plus y2. Okay, that is equal to r minus jxl by r square plus xl square plus j by xc. That is r by r square plus xl square minus jxl by r square plus xl square plus j by xc. That is equal to r by r square plus xl square plus j into 1/xc minus xl by r square plus xl square. Okay, so നമ്മൾ ടോട്ടൽ അഡ്മിറ്റൻസിനെ റിയൽ പാർട്ട് പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് എഴുതി. ഓക്കെ, സോ ഫോർ ദ സർക്യൂട്ട് ടു ബി അറ്റ് റെസണൻസ് എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി പ്യുവർലി റെസിസ്റ്റീവ്. ദ ഇമാജിനറി പാർട്ട് ഷുഡ് ബി 0. ഇമാജിനറി പാർട്ട് ഷുഡ് ബി 0. ദാറ്റ് ഈസ് എന്താണ്? 1/xc മൈനസ് xl by r square plus xl square is equal to 0. Implies എന്താണ്? xl by r square plus xl square is equal to 1/xc. That is r square plus xl square is equal to xl into xc. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എക്സലിനും എക്സിക്കും വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ ഇൻറ്റു 1/ωc. ഓക്കെ, ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ is equal to L/c minus r square, or omega square is equal to L/c minus r square into L square by L square. So square എല്ലാം cancel ആയി. Okay, that is omega is equal to root of 1/LC minus r square by L square. ഓക്കെ, സോ ഇതാണ് ഒമേഗയുടെ ഇക്വേഷൻ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πf ആണ്. സോ നമ്മൾ ഈ ഒരു ഫ്രീക്വൻസീനെ എന്ത് പറയും? റെസണൻറ്റ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. സോ അറ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി ഒമേഗ വിൽ ബി ഒമേഗ 0. ഓക്കെ, സോ ഞാൻ ഒമേഗയ്ക്കെല്ലാം ഒമേഗ 0 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് f0 is equal to 1/2π root of 1/LC minus r square by L square. ഓക്കെ, സോ f0യുടെ ഇക്വേഷൻ കിട്ടി.
ഇനി ഇവിടുന്ന് നമുക്ക് എന്തെഴുതണം? ഇവിടുന്ന് നമുക്ക് ഇതിനെ മിനിമൈസ് ചെയ്ത് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണ്? ഓക്കെ, നമുക്ക് പറയാം f0 is equal to 1/2 pi root of 1/LC minus r square by L square. ഓക്കെ, സോ ഈ ഒരു മിനിമൈസേഷൻ നമ്മൾ സീരീസ് റെസൊണൻസിലും പറഞ്ഞായിരുന്നു. if r is very much less than L, then we can neglect either r square by L square term. Then resonant frequency will be 1/2 pi root LC. Okay, so ഇതാണ് നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഈക്വേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ഡൈനാമിക് ഇമ്പിഡൻസ്. നമ്മളിപ്പോൾ ചെയ്തത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷനാണ്. നെക്സ്റ്റ് നമ്മൾ ഡൈനാമിക് ഇമ്പിഡൻസ് എന്താണെന്ന് നോക്കാൻ പോവാണ്. സോ നമ്മൾ പറഞ്ഞു YT ഈസ് ഈക്വൽ ടു എന്തെന്നാ പറഞ്ഞത്? r/r square plus xl square plus j into 1/xc minus xl by r square plus xl square. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ് അഡ്മിറ്റൻസ്. ഇവിടെ നോക്കുവാണെങ്കിൽ അറ്റ് റെസൊണൻസ് എന്ത് പറ്റും? ഈ ടേം 0 ആയിപ്പോവും. ഓക്കെ, അറ്റ് റെസൊണൻസ് ഈ ടേം 0 ആയിപ്പോവും. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം 0 ആണല്ലോ. നോ, എന്താണ് അറ്റ് റെസൊണൻസ്? എന്താണ്? YT ഈസ് ഈക്വൽ ടു r/r square plus xl square. Okay, then impedance Z. Okay, ZD വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ZD എന്ന് പറയുന്നത് എന്താണ്? 1/YT ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു r square plus xl square ഡിവൈഡഡ് ബൈ r ആയിരിക്കും. ഓക്കെ, സോ ഡൈനാമിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അറിയാം A+JB എന്നുള്ള ഫോമിലാണ്. സോ അറ്റ് റെസൊണൻസ് എന്താവും? ഈ ഒരു വാല്യൂ പ്ലസ് ഉള്ള ഒരു വാല്യൂ 0 ആയിപ്പോവും. ഓക്കെ, ദാറ്റ് മീൻസ് അഡ്മിറ്റൻസ് ഡിക്രീസസ്. ഓക്കെ, സോ അറ്റ് റെസൊണൻസ് എന്ത് പറ്റും? അഡ്മിറ്റൻസ് ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്ലൈസ് ഇംപിഡൻസ് ഇൻക്രീസസ്. ഓക്കെ, സോ നമുക്ക് ഒരു A+ ഒരു വാല്യൂ എന്നായിരുന്നു കിടന്നിരുന്നത്. റെസൊണൻസ് ആകുമ്പോൾ ഈ ടേം 0 ആയി പോകുമെന്ന് പറഞ്ഞു. സോ നമുക്ക് A മാത്രമേ കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണെന്നാണ്. ഏറ്റവും മിനിമം വാല്യൂവിൽ വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ അഡ്മിറ്റൻസ് ഏറ്റവും മിനിമത്തിൽ വന്നാൽ ഇമ്പിഡൻസ് എന്താകും? ഏറ്റവും മാക്സിമത്തിലായിരിക്കും ഉള്ളത്. ഓക്കെ, ഇമ്പിഡൻസ് ഏറ്റവും മാക്സിമത്തിൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഏറ്റവും മാക്സിമത്തിലായിരിക്കും. റെസിസ്റ്റൻസ് ഏറ്റവും മാക്സിമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് സർക്യൂട്ട് വിൽ ബി മിനിമം. ഓക്കെ, കറണ്ട് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കൺക്ലൂഷനാണ് നമുക്ക് വേണ്ടത്. പാരലൽ സർക്യൂട്ടിൽ അഡ്മിറ്റൻസ് ഡിക്രീസ് ചെയ്യും, വിച്ച് ഇംപ്ലൈസ് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യും, ആൻഡ് കറണ്ട് വിൽ ബി മിനിമം. സോ അതുകൊണ്ട് കറണ്ട്
ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വേരിയിങ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഇമ്പിഡൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിവിടെ ഇതിനെ 0 ആക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇക്വേഷനിൽ എത്തിയായിരുന്നു. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ r² + xl² ഈസ് ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷനിൽ എത്തിയായിരുന്നു, XL XC. സോ r² + xl² നമുക്ക് റെസൊണൻസിൽ എന്തെന്ന് എഴുതാം? XL XC എന്ന് എഴുതാം. സോ അത് നമ്മളിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ അറ്റ് റെസൊണൻസിൽ ഈ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടും XL × XC/R എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ω/L, ഇത് 1/ωc. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആക്കുമ്പം നമുക്ക് കിട്ടും L/CR. ഓക്കെ, സോ L/CR എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് ഡൈനാമിക് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഡൈനാമിക് ഇമ്പിഡൻസ് ZD is equal to L/CR. ഓക്കെ, സോ ഇതെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. നിങ്ങൾക്ക് പ്രോബ്ലംസിനകത്ത് ചോദിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഡൈനാമിക് ഇമ്പിഡൻസ് ZD is equal to L/CR. ഓക്കെ, സോ ഡൈനാമിക് ഇമ്പിഡൻസിൻ്റെ മീനിങ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. റെസൊണൻസിൽ വരുമ്പം ഈ ഒരു ടേം മാത്രമേ കാണത്തുള്ളൂ. ദാറ്റ് ഈസ് അഡ്മിറ്റൻസ് ഡിക്രീസസ് ആൻഡ് ഇമ്പിഡൻസ് ഇൻക്രീസസ്. മീൻസ് എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മോർ റെസിസ്റ്റൻസ് കൊടുക്കുക. റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഏറ്റവും മിനിമം ആയിരിക്കും. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് at this frequency f0, ഇവിടെ this will be impedance value will be maximum. ഓക്കെ, Z മാക്സിമം ആയിരിക്കും. ആൻഡ് ആ മാക്സിമത്തിന് പറയുന്നതാണ് ZD, ദാറ്റ് ഈസ് ഈക്വൽ ടു L/CR ആയിരിക്കും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇമ്പിഡൻസ് കർവാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇമ്പിഡൻസ് കർവ്. Okay, and this is frequency and this is impedance. Okay, so impedance curve ഇങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ കർവ് എങ്ങനെയായിരിക്കും? കറണ്ടിൻ്റെ കർവ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ കറണ്ടിൻ്റെ കർവ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇമ്പിഡൻസ് കർവ് ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി മിനിമം അറ്റ് this will be minimum at ഏത് സമയത്താണ്? റെസൊണൻസ്, ദാറ്റ് ഈസ് അറ്റ് I0. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ആ കാര്യമാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് കറണ്ട്. കറണ്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ I0 എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ V/Z ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ അറ്റ് റെസൊണൻസ് I എന്ന് പറയുന്ന I0 ആയിരിക്കും. I0 ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദറ്റ് ആൻഡ് V/ZD ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ZD എന്താണെന്നറിയാം. എന്താണ്? L/CR. ഓക്കെ, സോ ഞാനത് ഇവിടെ എഴുതുമ്പം എനിക്ക് മിനിമം കറണ്ട് എന്ന് പറയുന്നത് VCR / L എന്ന് കിട്ടും. ഓക്കെ, സോ പാരലൽ റെസൊണൻസിൻ്റെ കേസിൽ കറണ്ട് ഫ്ലോയിങ് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് VCR/L ആയിരിക്കും. സോ ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു അറ്റ് റെസൊണൻസ് എന്താണ്? കറണ്ട് വിൽ ബി ഇൻ phase with voltage. Okay, so V and I will be in phase. So
നോർമലി ഇതാണ് നമ്മുടെ ഫേസ് ഡയഗ്രാം ഫോർ പാരലൽ റെസണൻസ് എന്ന് പറയുന്നത്. ഫേസ് ഡയഗ്രാം ഫോർ പാരലൽ റെസണൻസ് എന്ന് പറയുന്ന ഇതാണ്. ബട്ട് അല്ലാത്ത കേസസിൽ നമ്മളുടെ സർക്യൂട്ടിൻ്റെ ഇങ്ങനെയായിരിക്കും വരുന്നത്. ദിസ് ഇസ് IC and this is IL. Okay, so this will be IL sin phi and this will be IL cos phi. Okay, and this will be phi. ഓക്കെ, അല്ലാത്ത കേസിൽ ഇതായിരിക്കും എൻ്റെ ഫേസർ ഡയഗ്രാം വരുന്നത്. ആൻഡ് അറ്റ് റെസണൻസ് ഇതായിരിക്കും എൻ്റെ ഫേസ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, സോ എന്താണ് IC വിൽ ബി ഈക്വലൻ ടു IL സൈൻ ഫൈ. ഓക്കെ, സോ അറ്റ് റെസണൻസ് ആകുമ്പം ഇത് രണ്ടും ഈക്വൽ ആകും. അതുപോലെ തന്നെ IL കോസ് ഫൈ എന്ന് പറയുന്നത് I ആയിരിക്കും. ഓക്കെ, സോ അറ്റ് റെസണൻസ് ഇതെങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. IC വിൽ ബി ഈക്വൽ ടു IL സൈൻ ഫൈ ആൻഡ് I വിൽ ബി ഈക്വൽ ടു IL കോസ് ഫൈ. ഓക്കെ, സോ അങ്ങനെയാണ് കറണ്ട് ആൻഡ് വോൾട്ടേജ് വിൽ ബി ഇൻ ഫേസ് ആകുന്നത്. സോ ഇതെല്ലാം ക്യാൻസലായി പോയിട്ട് ഈ ഒരു ടേം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഈ ILനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് കാണിച്ചു. ഒരെണ്ണം IC ആയിട്ട് ഈക്വലൻ്റ് ആകും, ഒരെണ്ണം നമ്മുടെ റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ടായിട്ട് കിടക്കും. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത് നമ്മൾ പറഞ്ഞു പവർ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഇനിയുള്ളത് ബിഹേവിയർ ഓഫ് കണ്ടക്റ്റൻസ്, ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് സസെപ്റ്റൻസ്. ഓക്കെ, കാരണം എന്താണ് നമ്മൾ അഡ്മിറ്റൻസ് ആണ് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഇമ്പിഡൻസിനെ കുറിച്ചല്ല പറയേണ്ടത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ കുറിച്ചല്ല പറയേണ്ടത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ കുറിച്ചല്ല പറയേണ്ടത്. പാരലൽ സർക്യൂട്ടിൽ നമ്മൾ കണ്ടക്റ്റൻസ്, സസെപ്റ്റൻസ് ഈ കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് ബാൻഡ് വിഡ്ത്ത്, ദെൻ ദർ ഈസ് ക്വാളിറ്റി ഫാക്ടർ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. Hope you understand the class. Do comment if you have any doubts.